ഹായ്. നിങ്ങൾ ഏതെങ്കിലും തട്ടിപ്പിനിരയായിട്ടുണ്ടോ? ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്. എന്നെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നെങ്കിലേ വെറും തെറ്റായ ധാരണയാ. നിങ്ങളും ഈ തട്ടിപ്പുകൾക്കൊക്കെ ഇരയായിട്ടുണ്ടാവും. വാ, ഞാൻ പറഞ്ഞുതരാം. ഓൺലൈനായിട്ടും ഓഫ്‌ലൈനായിട്ടും ഒക്കെ പർച്ചേസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ 2 രീതിയിലും പർച്ചേസ് നടത്തിയാലും നിങ്ങൾ പലതരത്തിലുള്ള സ്കാമുകളിലാണ് പെടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ബൈ 2 ഗെറ്റ് 1 ഫ്രീ അല്ലെങ്കിൽ ബൈ 1 ഗെറ്റ് 1 ഫ്രീ. ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ഓഫറാണ്. ഇപ്പോൾ പൊതുവേ നിങ്ങൾ കടയിൽ പോയിട്ട് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ ₹500 താഴെയുള്ള ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളൊരു കടയിൽ പോവാന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഈ ബോർഡ് കാണുന്നത്. ബൈ 2 ഗെറ്റ് 1 ഫ്രീ. സോ ഇവര് ഓൾറെഡി ഒരു പ്രൈസ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് രൂ. 2,999 ഡ്രസ്സ് 2 എണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് ഫ്രീ. ഇതായിരിക്കും ചിലപ്പോൾ ഓഫർ. അപ്പം നിങ്ങൾ ഓൾറെഡി ₹500 മൈൻഡിൽ ഓൾറെഡി ബഡ്ജറ്റ് ഇട്ട് വെച്ച് പോയപ്പോൾ നിങ്ങൾ ഈ ഓഫർ കാണുന്നു. അപ്പം നിങ്ങളെ മനസ്സിൽ എന്താ വിചാരിക്കുക? ഓഹ്! ഓ 3 അതായത് 2 ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് കൂടെ കിട്ടും. അപ്പം നമുക്ക് 3 ഡ്രസ്സായി. ഇങ്ങനെ വിചാരിച്ച് നിങ്ങൾ ₹500 ബഡ്ജറ്റ് വിചാരിച്ച് നിങ്ങൾ ലാസ്റ്റ് എത്രയിലെത്തി? 3000 അതായത് രൂ. 2,999 ഇതാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ അതിൽ വീണു. നിങ്ങൾ ഓഫർ എടുത്തു, നിങ്ങൾ ഡ്രസ്സ് എടുത്തു, നിങ്ങൾ 3 ഡ്രസ്സ് വാങ്ങിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഡ്രസ്സ് കൂടെ എക്സ്ട്രാ കിട്ടിയല്ലോ എന്നാണ്. പക്ഷെ അത് ശരിക്കും ഒരു ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സാണോ? അതായത് ഇവിടെ നിങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയെടുത്ത് നിങ്ങൾ അധിക പൈസ കൊടുത്തിട്ട് 3 ഡ്രസ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓവറായിട്ട് നിങ്ങൾ പർച്ചേസ് നടത്തി, അതും ബഡ്ജറ്റിൽ നിന്ന് എക്സീഡ് ആയി. സോ ഇത് ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് തന്ത്രമാണ്. നിങ്ങൾ അതിൽ വീണു. ഇതിൽ വീഴാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഇത് ഒരു തരത്തിലുള്ള ഒരു രീതിയാണ്. വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റഡ് ഓഫർ. അതായത് ഇപ്പോൾ ഓൺലൈൻ ആപ്പുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2 മണിക്കൂർ മാത്രമേ ഉണ്ടാവുള്ളൂ. 8 ടു 10 വരെ ഈ ഓഫറ്. ഇത് ലിമിറ്റഡ് ഓഫറാണ്. ഓൺലി 1 ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫർ, ഡിസ്കൗണ്ട് സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. സോ നിങ്ങളപ്പോൾ വിചാരിക്കും ഇത് ഇത്ര വില കുറഞ്ഞതിൽ ഈ സമയത്തല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ശ്രമിക്കും. പക്ഷേ അത് ശരിക്കും അങ്ങനെ തന്നെയാണോ? നിങ്ങൾ അന്ന് വാങ്ങിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ സെയിം ഇത് തന്നെ ലിമിറ്റഡ് ഓഫർ നിങ്ങൾ ആ ആപ്പിൽ കണ്ടേക്കാം. സോ ഇത് ഒരു തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. നിങ്ങൾ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ്? ആ, ഇത് നല്ലൊരു ഓഫറാണല്ലോ, കുറഞ്ഞ വിലയിലാണല്ലോ കിട്ടുന്നത് എന്ന് വിചാരിക്കും. സോ നിങ്ങളത് പോയി വാങ്ങിക്കും. സോ സാധാരണഗതിയിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒറിജിനൽ പ്രൈസ് ഇവിടെ എത്തിയിട്ട് അത് വെട്ടിയിട്ട് ഇപ്പുറത്ത് അതിലും കുറച്ച് കുറഞ്ഞ പ്രൈസ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് ആളുകൾ കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടും. സോ എന്താ അവർ വിചാരിക്കുക, ഒറിജിനൽ പ്രൈസ് ഇത്രയും വലിയൊരു എമൗണ്ട്, അതായത് രൂപ 5,000 വെട്ടിയിട്ട് ചിലപ്പോൾ അതിലും കുറച്ചുകൂടെ ചെറിയ എന്തെങ്കിലും വ്യത്യാസത്തിൽ ഒരു 4,500 അല്ലെങ്കിൽ 3,999 ഇടും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്കും അതിൻ്റെ പ്രൈസ് 5,000 രൂപ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഈ ഓഫർ പ്രൈസ് ഇട്ട റേറ്റ് തന്നെയായിരിക്കും നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ. പക്ഷേ നിങ്ങളത് ഓഫറാണെന്ന് വിചാരിച്ചാണ് വാങ്ങുന്നത്. അവിടെയാണ് നിങ്ങൾ കബളിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ഫ്രീ ഡെലിവറി. ഇപ്പം ആമസോൺ പോലെയുള്ള ആപ്പുകളിലൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പം അവിടെ നിങ്ങളൊരു വളരെ ലോ ബഡ്ജറ്റുള്ള ഒരു സാധനം വാങ്ങിക്കുക. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളൊരു 150 രൂപ വിലയിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വിചാരിക്കുക. അപ്പം അതിന് ഡെലിവറി ചാർജ് കൂടെ ഉണ്ട്. ഒരു 50 രൂപ ഡെലിവറി ചാർജ് കൂടെ ഉണ്ട്. മൊത്തം 200 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന ഒരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 499 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ഡെലിവറി ആണെന്ന് കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും, ഓ ഓക്കെ, അപ്പം 499 രൂപയ്ക്ക് വേറെ എന്തെങ്കിലും ഒന്നുകൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പറഞ്ഞ റേറ്റിന് മുകളിലേക്ക് ഇത് പർച്ചേസ് എത്തും. സോ അപ്പം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി കിട്ടും. അവിടെ ഫ്രീ എന്നുള്ള വാക്കിനാണ് ഇമ്പോർട്ടൻസ്. സാധാരണഗതിയിൽ ആളുകൾക്ക് ഫ്രീ എന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അട്രാക്ഷനാണ്. കാരണം നിങ്ങൾ മുടക്കുന്ന പൈസയിൽ നിന്ന് എത്രയോ എത്രയോ കുറച്ച് പൈസ നിങ്ങൾക്ക് ഫ്രീയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ചിന്ത പോകുന്നത്. സോ ഫ്രീ എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ
ആളുകൾ അത് ആ ഒരു രീതിയിലേക്ക് 499 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യാൻ പോകും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, 150 രൂപ പ്രൊഡക്റ്റിൻ്റെ റേറ്റ്, നിങ്ങൾ 50 രൂപ ഡെലിവറി ചാർജ്. സോ നിങ്ങൾക്ക് 200 രൂപയിലകത്ത് നിങ്ങളെ പർച്ചേസ് തീരുമായിരുന്നു. പക്ഷേ അത് അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് അവർ 500 രൂപയ്ക്ക് മുകളിൽ നിങ്ങളെ എത്തിച്ചു. അത് തന്നെയാണ് അവരുടെ തന്ത്രവും. ഇത്തരത്തിലുള്ള ഒരുപാട് ഓഫർ, ഡിസ്കൗണ്ട് കാര്യങ്ങൾ, അതായത് റിവാർഡ് പോയിന്റ് കിട്ടുക, ക്യാഷ് ബാക്ക്, ഇപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഒന്നുമില്ല, നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ടൗണിൽ പോയി കഴിഞ്ഞാൽ കട കാലിയാക്കൽ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അപ്പം ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അതിൽ കയറും. കട കാലിയാക്കലായതുകൊണ്ട് വിലക്കുറവായിരിക്കും എന്ന് കരുതി ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് 365 ദിവസവും കടകാലിയാക്കൽ ബോർഡുള്ള സ്ഥലങ്ങൾ. അപ്പം അവിടെ എന്നും കടകാലിയാക്കൽ തന്നെയാണ്. പക്ഷെ അതെന്താണ്, അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അവരതനുസരിച്ച് ആ ഒരു ബോർഡ് വയ്ക്കുന്നതുകൊണ്ട് ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, സാധനം ഒരുപാട് ചിലവാകുന്നുണ്ട്. അവർ ശരിക്കും അവരുടെ സെയിൽ നടക്കുന്നത് അങ്ങനെ ഒരു ബോർഡ് വെക്കുന്നതുകൊണ്ടാണ്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നന്നായിട്ട് എടി ഇത് വാങ്ങിച്ചാൽ ഒരു ബർഗർ ഫ്രീ ഉണ്ട്. ഓഫറോ? അപ്പം ശരി, പോയിട്ട് വരാം. ബായ്.